കേസിൽ നിന്ന് ലോക്സഭയിൽ തീമാറുന്ന സംവാദമാണ്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവിനെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഇഡിയറ്റ് പരാമർശത്തിൽ കറങ്ങി പ്രതിപക്ഷ നേതാവിൻ്റെ അവസരം അത്രയും കിരൺ റിജിജുവും കുറച്ചൊക്കെ രാജ്നാഥ് സിംഗും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ലോക്സഭയിൽ നമ്മൾ പ്രതിരോധം കണ്ടത്. ഇന്നും പ്രധാനമന്ത്രി എത്തിയിട്ടില്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രിയില്ല. പക്ഷേ അതിനിടയിലും പറയേണ്ട ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പിന്നീട് പുറത്തു പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഈ വെടിവയ്പ്പിന് ഉത്തരവിട്ടത് എന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്ന മറ്റുള്ള പ്രതികരണങ്ങളുമുണ്ടായി. ഈ ബില്ല് പാസ്സാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴും CJPയുടെ ആവശ്യം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ പാലിച്ചിട്ടില്ല. പാഠം പഠിച്ചിട്ടില്ലേ കേന്ദ്ര സർക്കാർ? നോക്കൂ, ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാനിൽ നിന്ന് എല്ലാ ശ്രദ്ധയും അമിത്ഷായിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷം ഇനി ലക്ഷ്യം വെക്കാൻ പോകുന്നത് അമിത്ഷായെയാണ്. പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ രണ്ട് സഭകളിൽ നടന്നു. ഒന്നാമത്തെ സംഭവമാണ് ഇപ്പോൾ അരുൺ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാർലമെൻറ്റിൽ നടന്നിട്ടുള്ള ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബില്ലിന്മേൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. ആ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കുന്നു. രണ്ടാമത്തെ ഒരു വിഷയം നടന്നത് രാജ്യസഭയിൽ ഇന്ന് വന്ദേ മാതരം ബില്ല് പാസ്സാക്കി. വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിൻ്റെ സ്റ്റാറ്റസ് നൽകുന്നതിനുള്ള ബില്ല് ഇന്ന് രാജ്യസഭ പാസ്സാക്കി. ആ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച ആരാന്നറിയോ? നിത്യാനന്ദ റായ്, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി. യഥാർത്ഥത്തിൽ ഈ വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിൻ്റെ സ്റ്റാറ്റസ് നൽകണം എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? RSSൻ്റെ ആവശ്യമാണ്. BJPയുടെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ അജണ്ടയാണ്. ആ പൊളിറ്റിക്കൽ അജണ്ട പാർലമെൻറ്റ് പാസ്സാക്കുമ്പോൾ അത് രാജ്യത്ത് സംഘപരിവാർ നൽകുന്നൊരു സന്ദേശമാണ്. യഥാർത്ഥത്തിൽ അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ച് പാസ്സാക്കേണ്ട ഒരു ബില്ലായിരുന്നു. ആ ബില്ല് അവതരിപ്പിക്കാൻ പോലും ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ വന്നില്ല. രണ്ടാമത്തതാണ്, ഇവിടെ ലോക്സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബില്ല് പാസ്സാക്കുന്നത് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്, പേഴ്സണൽ കാര്യമന്ത്രി. മറുപടി പറഞ്ഞ് ജിതേന്ദ്ര സിംഗ് ആണ്. പക്ഷേ ഉയർന്ന ചോദ്യങ്ങൾ മുഴുവൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെയാണ്. ഉയർന്ന ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴിഞ്ഞുപോയി. ഇനി അവിടെ കിട്ടേണ്ട ഉത്തരം എന്നത് ആരാണ് ഈ വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിച്ചത്? ആരാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത്? ആരാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ആണി തറച്ച ലത്തി കൊണ്ട് അടിക്കാൻ, ആക്രമണം നടത്താൻ ഡൽഹി പോലീസിന് അനുമതി നൽകിയത്? ആരാണ് ഡൽഹി പോലീസിനോട് ഇലക്ട്രിക് ലാത്തികൾ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടത്? അതിനുള്ള മറുപടി വേണം. പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് അനുമതി നൽകിയത്? നിങ്ങൾ മറുപടി നൽകുമോ? നിങ്ങൾ മറുപടി നൽകാൻ തയ്യാറുണ്ടോ? ഉടൻ തന്നെ പ്രതിഷേധവുമായി ഭരണപക്ഷം ഇറങ്ങുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. ഇതാ സഭാരേഖയിൽ നിന്ന് നീക്കുന്നു. സ്പീക്കർ സഭാരേഖയിൽ നിന്ന് ആ പരാമർശങ്ങളൊക്കെ തന്നെ നീക്കുന്നു. അങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അതിലൊരു പങ്കുമില്ല എങ്കിൽ അത് തുറന്നു പറയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. നോക്കിവിടെ രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന് ഇന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങളാണ്. പുറത്ത് വാർത്താ സമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി പറയുകയാണല്ലോ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എൻ്റെ കണ്ണിനെ വിശ്വസിക്കാമെങ്കിൽ ആ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലാത്തിചാർജുമായി ബന്ധപ്പെട്ട് പോലീസ് വിദ്യാർത്ഥികളെ നേരിട്ടതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളിൽ അമിത്ഷാ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ജിതേന്ദ്ര സിംഗ് അദ്ദേഹത്തെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. കോൾ ആഫ്റ്റർ കോൾ ജിതേന്ദ്ര സിംഗ് കേന്ദ്ര പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ കാര്യമന്ത്രി ജിതേന്ദ്ര സിംഗ് അദ്ദേഹത്തെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഒന്നുകിൽ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാനും ലാത്തിചാർജ് നടത്താനും വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകുകയായിരുന്നു. അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ഒരു ആക്രമണത്തിന്, പോലീസിൻ്റെ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയതെങ്കിൽ അമിത്ഷാ ഇവിടെ കുറ്റക്കാരനാണ്. അതല്ല എങ്കിൽ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെവിടെയാണ് അമിത്ഷാ? ഇതിലേത് ഭാഗത്താണ് അമിത്ഷാ എന്നൊരു ചോദ്യമാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ BJP നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഇന്നത്. രണ്ടാമത്തെ വിഷയം BJPയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ 2014 ശേഷം ഇതാദ്യമായി BJP സമാനതകളില്ലാത്ത BJP അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടുകയാണ്.
നോക്കൂ, BJPയുടെ ആദ്യ നിര എങ്ങനെയായിരുന്നു? വാജ്പേയി, അതുപോലെ തന്നെ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, യശ്വന്ത് സിൻഹ, ജസ്വന്ത് സിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉമാഭാരതി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ നിരയുണ്ടായിരുന്നു. ആ നിരയാണ് പിന്നീട് 2014 ശേഷം മാറുന്നത്. മോദി വന്നതിന് ശേഷം പിന്നീട് പുതിയ നേതൃത്വമാണ് BJPക്ക് വരുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, അന്ന് രാജ്നാഥ് സിംഗ് ആയിരുന്നു BJP അധ്യക്ഷൻ. രാജ്നാഥ് സിംഗ് ആണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത്. അന്ന് രാജ്നാഥ് സിംഗ് BJPയുടെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത്. ഇന്ന് നമ്മൾ പാർലമെൻറ്റിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്താണ്? അതായത് സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടാവുകയാണ്. BJP രാജ്യത്ത് സംശയത്തിൻ്റെ നിഴലിലാണ്. BJPക്കെതിരെ വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആരാണുള്ളത് പാർലമെൻറ്റിൽ? ഇന്ന് BJP ആരാണ് പാർലമെൻറ്റിൽ നിന്ന് പ്രതിരോധിക്കുന്നത്? അമിത്ഷാ ഇല്ല, പ്രധാനമന്ത്രിയില്ല. BJPയെ പ്രതിരോധിക്കാൻ, കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിക്കാൻ ഇന്ന് നേതാക്കളില്ല പാർലമെൻറ്റിൽ, പ്രധാനപ്പെട്ട മുഖങ്ങളില്ല പാർലമെൻറ്റിൽ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് BJPയെ സംബന്ധിച്ച്. BJPക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഭിന്നത ഈ വിഷയത്തിലുണ്ട് എന്നതാണ്. അത് വിദ്യാർത്ഥികളെ നേരിട്ട കാര്യത്തിൽ അത് നേരത്തെ RSS തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്ത കാര്യത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങളിൽ ഇതിലൊക്കെ തന്നെ BJPക്കുള്ളിൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട്. 2 തട്ടിലാണ് BJP. ആ വിഷയം ഇനി ആളിക്കത്താൻ പോവുകയാണ്. ഒരുപക്ഷെ വരും ഭാവിയിൽ പുറത്തുനിന്നുള്ള എതിർപ്പിനേക്കാൾ, പുറത്തുനിന്നുള്ള നീക്കങ്ങളെക്കാൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിടാൻ പോകുന്നത് BJPക്കുള്ളിൽ നിന്നുള്ള വെല്ലുവിളിയായിരിക്കും. BJPക്കുള്ളിൽ വലിയ കലാപമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല നേതാക്കളും അതൃപ്തരാണ്. BJPക്കുള്ളിലായിക്കോട്ടെ, കേന്ദ്ര മന്ത്രിസഭയിലായിക്കോട്ടെ, പല നേതാക്കളും അതൃപ്തരാണ്. അതുകൊണ്ട് ഇത് BJPക്കുള്ളിലും വലിയ വിഷയമായി മാറുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പാഠം പഠിച്ചില്ലേ എന്ന് ചോദിച്ചാൽ, പാഠം പഠിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഐഷി ഘോഷിനെതിരെ ഒന്നും ഡൽഹി പോലീസ് ഇതുപോലെ പോകില്ല എന്നുള്ളതാണ്. പാഠം പഠിച്ചിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട സോഷ്യൽ മീഡിയ പേജുകൾക്കെതിരെ നടപടി നീക്കവുമായി ഡൽഹി പോലീസ് പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊന്നും പാഠം പഠിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ പാഠം ഈ കുട്ടികൾ പഠിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഓക്കെ. Meet the editors.